Hello all, welcome back. Welcome to the second part of motion in a straight line. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അതേപോലെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആ ഭാഗത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയറിൽ കാണാൻ സാധിക്കും. അതേപോലെ വരുന്ന എക്സാമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ മിസ്സാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം നീറ്റ് എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉള്ളതുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷൻ വരാത്ത ടോപ്പിക്കുകളോ കോൺസെപ്റ്റുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ, ആ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാനും കൂടെ നിങ്ങൾക്കൊരു അവസരമുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരുത്തേണ്ട ടോപ്പിക്സ്, ഈ കോൺസെപ്റ്റ്സ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിൽ ചോദിക്കാം. അത് നമ്മൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആ അവസരം കൂടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്. സോ നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് കടക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, if the velocity of a particle is given by v is equal to 180 minus 16x all raised to 1 by 2 meter per second, then its acceleration will be. Acceleration ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, തന്ന ഇക്വേഷൻ v is equal to 180 minus 16x whole raised to 1 by 2. ഈ ക്വസ്റ്റ്യൻ രണ്ട് രൂപത്തിൽ സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന ഫോർമുല നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിനെ സ്ക്വയർ ചെയ്താൽ v സ്ക്വയർ ഇസ് ഈക്വൽ ടു 180 മൈനസ് 16x എന്ന് കിട്ടും. ആൻഡ് നൗ ദിസ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് v സ്ക്വയർ ഇസ് ഈക്വൽ ടു u square plus 2ax. So 2ax is equal to 16x. x cancel ആകുന്നു. So acceleration, so minus 16x എന്നുണ്ടാവുക. So acceleration is equal to minus 16 divided by 2. This is equal to minus 8 meter per second squared. So third option is the right answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. Another question, a horizontal bridge is built across a river. ഞാനിവിടെ ഫോർ ദ ടൈം ബീങ് ആ ഫിഗർ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ബ്രിഡ്ജ് ഈസ് ബിൽഡ് അക്രോസ് എ റിവർ. ഇതാണ് റിവർ. എ സ്റ്റുഡൻറ് സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ്, ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടി, ക്രോസ് എ സ്മോൾ ബോൾ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുന്ന് ഒരു ചെറിയ ബോൾ മുകളിലോട്ട് എറിയുന്നു വിത്ത് വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്. ദ ബോൾ സ്ട്രൈക്സ് ദ വാട്ടർ സർഫസ് ആഫ്റ്റർ 4 സെക്കൻഡ്. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് വെള്ളത്തിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഹൈറ്റ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ദ വാട്ടർ സർഫസ് ഈസ്. എത്രയാണ് ഈ ബ്രിഡ്ജിന്റെ ഹൈറ്റ് എബവ് ദ വാട്ടർ സർഫസ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടുന്ന് മുകളിലോട്ടും മോഷൻ ഉണ്ട്, താഴോട്ടും മോഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരം കേസ് നമ്മൾ ചെയ്യേണ്ടത്, മുകളിലോട്ടുള്ള ക്വാണ്ടിറ്റീസ് പോസിറ്റീവായിട്ട് എടുക്കുക, താഴോട്ടുള്ള ക്വാണ്ടിറ്റീസ് നെഗറ്റീവായിട്ട് എടുക്കുക. ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാണ്, സോ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അത് പോസിറ്റീവ് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണമുള്ള ആക്സിലറേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ്. സോ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്. അതുകൊണ്ട് മൈനസ് ജി എന്ന് എടുക്കുന്നു. ദിസ് ഇസ് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു ഹിറ്റ് ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. ഹിറ്റ് ദ വാട്ടർ 4 സെക്കൻഡ് കൊണ്ടാണ് എത്തിയത്. ചോദ്യം ഹൈറ്റ് ആണ്. ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബോളിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? സോ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഹൈറ്റ്. സോ ദിസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ടൈം എത്രയാണ്? 4 ആണ്. പ്ലസ് എ എന്ന് പറഞ്ഞാൽ -10, അപ്പോൾ -5 ആയി. ഹാഫ് എ എന്ന് പറഞ്ഞാൽ -5 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 വരും. സോ ദിസ് ഇസ് 16 minus 16 to 5 80. Now this is 80, 70, 64. So 64 meter, negative 64 meter ആണ് ഡിസ്പ്ലേസ്മെന്റ്. Therefore height of the tower എന്ന് പറഞ്ഞാൽ 64 meter. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 4 is the right answer. Next question. A stone is thrown vertically downward with an initial velocity of 4 meter per second, 40 meter per second from the top of a building. If it reaches the ground with a velocity of 60 meter per second, then height of the building is. ഇതേപോലെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം. സംഭവം എന്താ പറയുന്നത്? The stone is thrown vertically downward.
ഒരു സ്റ്റോൺ നേരെ താഴോട്ട് എറിയാണ്. vertically downward with an initial velocity of 40 meter per second. ഇവിടെ നിന്നും ഒരു സ്റ്റോൺ 40 meter per second താഴോട്ടാണ് എറിയുന്നത്. If it reaches the ground with a velocity of 60 meter per second, ഇതിവിടെ എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി, ഇത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തപ്പോൾ അതിന്റെ വെലോസിറ്റി 60 meter per second ആണെങ്കിൽ then height of the building is, previous year question ആണ്, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയെന്ന ചോദ്യം. This is the initial velocity and this is the final velocity during the motion. Its acceleration is acceleration due to gravity. ഈ മോഷൻ എല്ലാം ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ സൈൻ നോക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ v സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫൈനൽ വെലോസിറ്റി 60 ആണെന്ന് അറിയാം. സോ 60 സ്ക്വയർ ഈസ് ഈക്വൽ ടു 40 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ 10 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് ഓഫ് ദ ടവറിന് ഈക്വൽ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് ഓഫ് ദ 2 ഇൻറ്റു 20 ഹൈറ്റ് ഈസ് ഈക്വൽ ടു 60 സ്ക്വയർ. 60 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3600 മൈനസ് 40 സ്ക്വയർ 1600. So this is 3600 minus 1600 is equal to 2000. So height of the tower is equal to 2000 divided by 20. This is 100 meter. Option 4 is the right answer. Clear aanu ennu vicharikkunnu. Another question. A person sitting on the ground floor of a building notices through the window of height 1.5 meter. ഇതാണ് ആ വിൻഡോ, ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. 1.5 meter ഹൈറ്റ് ഉള്ള ഒരു വിൻഡോ ഒരു ബിൽഡിങ്ങിൽ. ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ റൂഫ് ഓഫ് ദ ബിൽഡിംഗ് ക്രോസസ് ദ വിൻഡോ ഇൻ 0.1 സെക്കൻഡ്. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത ഒരു ബോള് ദാ ഇവിടെ എത്തി. അതങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു ടൈം എന്നുവെച്ചാൽ വിൻഡോന്റെ മുകളിൽ നിന്ന് വിൻഡോന്റെ താഴെ എത്താൻ എടുത്ത ടൈം 0.1 സെക്കൻഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ വെൻ ഇറ്റ് ഈസ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ദ വിൻഡോ? ഈ ബോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ എത്രയാണ് വെലോസിറ്റി? ഈ ബോൾ ഇതാ ഇവിടെ എത്തിയപ്പോൾ ബോളിന്റെ വെലോസിറ്റി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇവിടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട്, ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ ആക്സിലറേഷൻ അത് g ആണെന്ന് അറിയാം. അപ്പൊ ഈസിലി s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എത്ര s? ഡിസ്പ്ലേസ്മെന്റ് അത് 1.5 ആണ്. എന്താ u? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി. സോ u ഇൻറ്റു എത്ര ടൈമാണ് എടുത്തത്? 0.1 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്ര? g, അത് 10 ആണ്, ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 0.1 സ്ക്വയർ, അത് 0.01 ആണ്. അപ്പൊ നോക്കൂ, 10/2 5. സോ ദിസ് ഇസ് 1.5 ഈസ് ഈക്വൽ ടു 0.1 u പ്ലസ് 5 ഇൻറ്റു 0.0 എന്ന് പറഞ്ഞാൽ 0.05 ആണ്. So 0.1 u is equal to 1.5 minus 0.05. This is equal to 1.45. So u is equal to 14.5 meter per second. Option 2 is the right answer. Next question. A person standing on the floor of an elevator drops a coin. The coin reaches the floor in time t1. If the elevator is moving uniformly and time t2 if the elevator is stationary. നോക്കുക, ഒരാളൊരു എലിവേറ്ററിൽ ഒരു ലിഫ്റ്റിൽ നിൽക്കുകയാണ്. അയാളെ ലിഫ്റ്റിൽ നിന്ന് ഒരു കോയിന് ഡ്രോപ്പ് ചെയ്യുന്നു. ആ കോയിന് താഴെ എത്താനെടുത്ത ടൈം t1 ആണ് ഇഫ് ദ എലിവേറ്റർ ഈസ് മൂവിങ് യൂണിഫോംലി ആൻഡ് t2 ഇഫ് ദ എലിവേറ്റർ ഈസ് സ്റ്റേഷനറി. സ്റ്റേഷനറി എലിവേറ്ററിൽ t2 ടൈം എടുത്തിട്ടാണ് താഴെ എത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ t1 t2 കമ്പയർ ചെയ്യാനാണ്. ഒന്നുമില്ല, സ്റ്റേഷനറി ആണെങ്കിലും യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിലും രണ്ടും ഈക്വലന്റ് ആണ്, രണ്ട് സ്റ്റേറ്റും. ഗലീലിയോ പറഞ്ഞ ലോസ് ഓഫ് മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റേറ്റ് ഓഫ് മോഷൻ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് യൂണിഫോം മോഷൻ ആർ ഈക്വലന്റ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് T1 ഈസ് ഈക്വൽ ടു T2 എന്ന് പറയാൻ പറ്റും. കാരണം ഈ ലിഫ്റ്റിന് ആക്സിലറേഷൻ ഉണ്ടായാലേ അതിന്റെ മോഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുള്ളൂ. ലിഫ്റ്റ് സ്റ്റേഷനറി ആണെങ്കിലും താഴോട്ട് എത്താൻ എടുക്കുന്ന ടൈം തന്നെ √2h/g ആണ്. ലിഫ്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും യൂണിഫോം മോഷനിലാണെങ്കിൽ √2h/g ആണ്. അതല്ല ആ ലിഫ്റ്റിന് മുകളിലോട്ടോ താഴോട്ടോ ആക്സിലറേഷൻ ഉണ്ടെങ്കിലാണ് G'(G+a) അല്ലെങ്കിൽ G'(G−a) എന്ന് വരിക. അപ്പോഴാണ് ടൈമിൽ മാറ്റം വരിക. ഇവിടെ യൂണിഫോം മോഷൻ ആണ്, റെസ്റ്റിലാണ്. രണ്ട് കേസിലും എത്താൻ എടുക്കുന്ന ടൈം സെയിം ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ മനസ്സിലാക്കി വെക്കൂ. T1 ഈസ് ഈക്വൽ ടു T2. Ready? Another question. A packet is dropped from a balloon which is going upward with a velocity 12 meter per second. The velocity of the packet after 2 seconds will be 2 സെക്കൻഡ് കഴിഞ്ഞാൽ velocity of the packet. ഇത് മുകളിൽ പോകുന്നു, തിരിച്ച് താഴെ ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഓപ്ഷൻ മുകളിൽ നോക്കൂ, ഒബ്ജക്റ്റിന് മുകളിലോട്ട് മോഷൻ ഉണ്ട്, താഴോട്ട് മോഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മുകളിലോട്ടുള്ള ക്വാണ്ടിറ്റീസ് പോസിറ്റീവ് ആയിട്ട് എടുക്കുക, താഴോട്ടുള്ള ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് അല്ല കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി ഓഫ് ദ പാക്കറ്റ് ആഫ്റ്റർ 2 സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ താഴോട്ടാണ്, അതുകൊണ്ട് -g, അത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ വെലോസിറ്റി ആണ് ചോദിച്ചത്, നമുക്ക് v is equal to u+at എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. v ആണ് കണ്ടുപിടിക്കാനുള്ളത്, u12 ആണ്. -10 into t എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 12 - 20, ദിസ് ഈസ് -8 മീറ്റർ പെർ സെക്കൻഡ്. അത് നിങ്ങൾ -8 എന്ന് പറയുമ്പോൾ ഇത് ഓപ്ഷൻ 3 -7.6 മീറ്റർ പെർ സെക്കൻഡ്. അവിടെ g നമ്മൾ 10 എടുത്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. g 9.8 എടുത്ത് ചെയ്താൽ -7.6 കിട്ടും. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസിലോട്ടാണ്. ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗ്രാഫ്സ്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഈ 3 ഗ്രാഫുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്, വെലോസിറ്റി. കാരണം സ്ലോപ്പ് പറഞ്ഞാൽ എന്താ, XT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ, dx/dt എന്താ, വെലോസിറ്റി. ഓക്കെ, അത്രേ ഉള്ളൂ. YX ഗ്രാഫിന്റെ സ്ലോപ്പ് പറഞ്ഞാൽ dy/dx ആണ്. അപ്പോൾ YX ഗ്രാഫിന്റെ സ്ലോപ്പ് dy/dx ആണ്. അപ്പോൾ XT ഗ്രാഫിന്റെ സ്ലോപ്പ് dx/dt. അതെന്താ സാധനം, വെലോസിറ്റി. റെഡി? ഇനി ഇവിടെ നോക്കുക, സ്ലോപ്പ് എന്താണെന്ന് ശരിക്കും അറിയണം. സ്ലോപ്പ് എന്താണെന്നുള്ളത്, ഇത് 0 സ്ലോപ്പ് ആണ് എന്നറിയണം, ഇത് ഇൻഫിനിറ്റി സ്ലോപ്പ് ആണ്, ഇത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്, ഇത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇവിടെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യാണ്, ഇവിടെ സ്ലോപ്പ് അവിടെ ഇല്ല, ഇവിടെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 0 സ്ലോപ്പ്, ഇൻഫിനിറ്റി സ്ലോപ്പ്, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്, ഇൻക്രീസിങ് സ്ലോപ്പ്, ഡിക്രീസിങ് സ്ലോപ്പ്. അതറിഞ്ഞാൽ എന്താ മെച്ചം? ഗ്രാഫ് വന്നിട്ട് നിങ്ങളോട് പൊസിഷൻ ടൈം ഗ്രാഫ് വന്നിട്ട് വെലോസിറ്റി കൂടുകയാണോ എന്ന് ചോദിച്ചാൽ, വെലോസിറ്റി കൂടുന്ന ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചാൽ സ്ലോപ്പ് കൂടുന്ന ഗ്രാഫ് നോക്കുക. വെലോസിറ്റി കുറയുന്ന ഗ്രാഫ് ചോദിച്ചാൽ സ്ലോപ്പ് കുറയുന്ന ഗ്രാഫ് നോക്കുക. വെലോസിറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രാഫ് ചോദിച്ചാൽ സ്ലോപ്പ് നെഗറ്റീവ് ഉള്ള ഗ്രാഫ് നോക്കുക. വെലോസിറ്റി പോസിറ്റീവായ ഗ്രാഫ് ചോദിച്ചാൽ സ്ലോപ്പ് പോസിറ്റീവ് ഉള്ള നോക്കുക. റെസ്റ്റിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് 0 ഉള്ള, വെലോസിറ്റി 0 ഉള്ള ഗ്രാഫ് നോക്കുക. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അപ്പൊ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന 2 സംഭവങ്ങൾ നോക്കൂ. ഇവിടെ ഈ ഗ്രാഫ് നോക്കൂ. ഇവിടെ സ്ലോപ്പ് എന്താണ്, പോസിറ്റീവ് ആണ്. ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വെലോസിറ്റി. ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി. ഇവിടെ പോസിറ്റീവ് വെലോസിറ്റി, ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി. ക്ലിയർ? ഇനി നമുക്ക് ആ സ്ലോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് of a moving particle is shown in the figure. Find the point at which the instantaneous velocity of the particle is negative. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇതിന്റെ ആൻസർ പറയുന്നതിന് മുന്നേ ഒരു കർവിന്റെ സ്ലോപ്പ് എങ്ങനെ കാണുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഒരു കർവിന്റെ സ്ലോപ്പ് പറഞ്ഞാൽ ഒരു കർവിൽ ഓരോ പോയിന്റ് സ്ലോപ്പ് ഡിഫറെന്റ്. അപ്പൊ ഇതാണ് ആ കർവ് എന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിൽ ഇവിടുത്തെ സ്ലോപ്പ് എന്താ, ഇവിടുത്തെ സ്ലോപ്പ് എന്താ, അവിടുത്തെ സ്ലോപ്പ് പറഞ്ഞാല് അവിടെയുള്ള ടാൻജന്റിന്റെ സ്ലോപ്പാ. ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പാണ് ആ പോയിന്റിലെ സ്ലോപ്പ്. ഇതാ
ഈ തീറ്റന്റെ ടാൻ എടുത്താൽ കിട്ടും. ഇനി അതല്ല ഈ പോയിന്റിലെ സ്ലോപ്പ് എന്താ ചോദിച്ചാലോ, അപ്പൊ ആ പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരക്കുക. ആ ടാൻജന്റിന്റെ സ്ലോപ്പാണ് ആ പോയിന്റിലെ സ്ലോപ്പ്. അപ്പൊ ഇവിടെ സ്ലോപ്പ് കൂടുകയാണ്, ഇവിടെ സ്ലോപ്പ് ഇങ്ങനെ കൂടുകയാണ്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളോട് സ്ലോപ്പ് എങ്ങനെ കുറയാന്നുള്ളത് അല്ലെ. സ്ലോപ്പ് എങ്ങനെ കുറയുക? സ്ലോപ്പ് കുറയുന്ന ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. സ്ലോപ്പ് കുറയുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. അതെങ്ങനെ സ്ലോപ്പ് കുറയണത്? ഈ പോയിന്റിലെ സ്ലോപ്പ് നോക്ക്, അത് ഈ ടാൻജന്റിന്റെ സ്ലോപ്പാണ്. ഈ പോയിന്റിലെ സ്ലോപ്പ് നോക്ക്, അത് ഈ ടാൻജന്റിന്റെ സ്ലോപ്പാണ്. അവിടെ സ്ലോപ്പ് കുറയല്ലേ ചെയ്യണത്, ഇവിടെ സ്ലോപ്പ് കുറഞ്ഞു. അതെ, ഇതാണ് ടാൻജന്റ്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് കുറവാ. കൂടുതൽ ഹൊറിസോണ്ടൽ ആവുന്നതിനനുസരിച്ച് സ്ലോപ്പ് കുറയും, വെർട്ടിക്കലായി വരുമ്പോൾ സ്ലോപ്പ് കൂടും. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. ഇനി ഈ ഗ്രാഫിൽ എവിടെയാണ് നെഗറ്റീവ് വെലോസിറ്റി, ഇൻസ്റ്റന്റസ് വെലോസിറ്റി നെഗറ്റീവ് ആകുന്നത്? നെഗറ്റീവ് സ്ലോപ്പ് എവിടെ നോക്കിയാൽ മതി. ഈ സി എന്ന പോയിന്റിൽ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഡി എന്ന പോയിന്റിൽ എന്താണ് മക്കളെ സ്ലോപ്പ്? ഡി എന്ന പോയിന്റിൽ സ്ലോപ്പ് 0 ആണ്. എഫിൽ എന്താ സ്ലോപ്പ്? എഫിൽ പോസിറ്റീവ് ആണ്. ഈലെന്താ സ്ലോപ്പ്? ഈല് സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സോ ഇ എന്ന പോയിന്റ്, എ എന്ന ഓപ്ഷൻ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. പോയിന്റ് ഇ the slope is negative. നോക്കുക, the displacement time graphs of two moving particles A and B makes angle 30 degree and 45 degree. Previous year question ആണ്. Respectively with the x-axis find the ratio of the velocity of the two particles. Ratio of velocity ആണ്, വളരെ സിമ്പിൾ ആണ്. ഇത് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്. റേഷ്യോ വെലോസിറ്റി ചോദിച്ചു. അപ്പൊ എന്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ബിന്റെ വെലോസിറ്റി ആണ് കാണുന്നത്. എന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എ എന്ന പാർട്ടിക്കിളിന്റെ മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഓഫ് എ ബൈ സ്ലോപ്പ് ഓഫ് ബി. സ്ലോപ്പ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ടാൻ 30 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ടാൻ 45. സ്ലോപ്പ് കാണാൻ നിങ്ങൾക്കറിയാം. So this is 1 by root 3 divided by 1. This is 1 is to root 3. This is the answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. Okay. Another question. അല്ല, അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ ആണ് സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. So slope of the velocity time graph gives the acceleration. And vt ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? dv by dt. dv by dt എന്താ? acceleration. So acceleration is the slope of velocity time graph. Clear ആണ് എന്ന് വിചാരിക്കുന്നു. So in this case, ഈ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്ലോപ്പ് പോസിറ്റീവാ, ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, ഇവിടെ സ്ലോപ്പ് പോസിറ്റീവാ, ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ്, ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ്. സ്ലോപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. ഇവിടെ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ. വെലോസിറ്റി കുറയുക, അത് കണ്ട വെലോസിറ്റി കുറയാണ്, അത് റിട്ടാർഡേഷൻ ആണ്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെക്ക്, ആക്സിലറേഷൻ ഈസ് ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പഠിക്കാണ്ടത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം കർവ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഏരിയ കണ്ടാൽ, അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്താന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ മതി. ക്ലിയർ അല്ലേ പറഞ്ഞത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒരു കേസ് ഇവിടെ തന്നിട്ടുണ്ട്. ദ വി ടി ഗ്രാഫ് ഓഫ് എ മൂവിംഗ് ഒബ്ജക്റ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫൈൻഡ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 10 സെക്കൻഡ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഇതാ ഈ ഏരിയ ഇത് രണ്ടും കൂടെ കൂട്ടിയതാ ഡിസ്പ്ലേസ്മെന്റ്. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, വൈൽ ഫൈൻഡിങ് ദ ഡിസ്പ്ലേസ്മെന്റ് ദ നെഗറ്റീവ് സൈൻ ഷുഡ് ബി കൺസിഡേർഡ്. ഡിസ്പ്ലേസ്മെന്റ് വി ടി ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് സൈന് കൺസിഡർ ചെയ്യണം. കാരണം ഈ ഭാഗത്ത് വെലോസിറ്റി നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ മുകളിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയ 1/2 × ബേസ് 5 × ഹൈറ്റ് 5 പ്ലസ്
താഴെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് 5 ഹൈറ്റ് -5 ഡിവൈഡഡ് ബൈ ഹൈറ്റ് -5 ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓൾ ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ. ദിസ് ഈസ് ഈക്വൽ ടു മുകളിൽ 5 × 5 25/2 അപ്പോൾ 25/2 നെഗറ്റീവ് വരുന്നു, 0 ആകുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ട് തന്നെ വെലോസിറ്റിയും 0, ആവറേജ് വെലോസിറ്റി 0. എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് ഈ കേസിൽ 0 ആണ്, പക്ഷേ ഡിസ്റ്റൻസ് 0 ആവണമെന്നില്ല. എന്താ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഏരിയ കാണണം. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായിരിക്കും വരിക? ഹാഫ് ഇൻറ്റു ബേസ് 5 ഇൻറ്റു ഹൈറ്റ് 5 പ്ലസ് ഹാഫ് ഇൻറ്റു ബേസ് 5 ഇൻറ്റു ഹൈറ്റ് 5. ദിസ് ഇസ് ഈക്വൽ ടു 25 meter. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കേസ്, the speed of a car as a function of time t is shown in the figure. The distance traveled by the car in 8 seconds is. ഒരു സ്പീഡ് ഓഫ് എ കാർ ടൈമിനനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു എന്നതാണ് ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഇൻ 8 seconds. 8 സെക്കൻഡ് ആ കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ സ്പീഡ് ടൈം ഗ്രാഫ്. സോ ഹാഫ് ഇൻറ്റു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഹാഫ് ഇൻറ്റു ബേസ് 8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 20. സോ ദിസ് ഇസ് 80 മീറ്റർ അല്ലേ. 20 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 160/2 80 മീറ്റർ. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. നേരത്തെ കണ്ടു നമ്മൾ ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. ഈ ഏരിയ കാണുക പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. വി ടി ഗ്രാഫിന്റെ ഏരിയ ഇന്റഗ്രൽ വി ഡി ടി ആണ്. വി ടി ഗ്രാഫിന്റെ ഏരിയ ഇന്റഗ്രൽ വി ഡി ടി ആണ്. ഇന്റഗ്രൽ വി ഡി ടി പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി എക്സ് ആ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ വി ഡി ടി പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി എക്സ്. അത് ഞാൻ നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച് തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ വി ഡി ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ വി ഡി ടി പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി എക്സ് ആ. അപ്പൊ അതേപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താ? ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ പറഞ്ഞാൽ ഇന്റഗ്രൽ എ ഡി ടി അല്ലേ. അപ്പൊ ഇന്റഗ്രൽ എ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഡി വി. അതെന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ നമുക്ക് ആ കാര്യം മനസ്സിലായി. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ ആ പോയിന്റും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നോക്ക്, അപ്പൊ ഇത്രയും പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടാൽ ഒരു സമ്മറിയാണ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി ഓർ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി ഓർ ചേഞ്ച് ഇൻ വെലോസിറ്റി രണ്ടും കിട്ടും. ഓക്കെ, വെലോസിറ്റി ഓർ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ എക്സ് സിംപ്ലി. അതിന്റെ റെപ്രസെന്റേഷന് സൗകര്യം പോലെ ഉപയോഗിക്കാം. അപ്പൊ ആ കാര്യം ഓർത്തു വെക്കുക. ഇനി നോക്ക് ഒരു ക്വസ്റ്റ്യൻ. The velocity v time t plot of the motion of a body is shown below. Acceleration time graph the best suits this motion is. നമുക്ക് അവിടെ വി ടി ഗ്രാഫ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഏതാണെന്നാണ്. നോക്കാം. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഇന്റർവെല്ലിൽ വെലോസിറ്റി 0 ആണ്. സോ ഓഫ് കോഴ്സ് അവിടെ ആക്സിലറേഷൻ 0 ആണെന്ന് പറയാൻ പറ്റും. ഈ ഒരു ഇത്രയും ടൈമിൽ ആക്സിലറേഷൻ 0 ആണ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെയും ആക്സിലറേഷൻ, ഈ 4 ഗ്രാഫിലും ആ ഭാഗത്ത് ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി ഈ ഒരു റീജിയൻ നോക്കുമ്പോൾ ഇവിടെ വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ റീജിയനിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. കാരണം ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്യണമെന്നില്ല. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ തന്നെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്സിലറേഷൻ അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ റീജിയനിൽ ആക്സിലറേഷൻ 0 കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ആദ്യം ഒരു റീജിയനിൽ ആക്സിലറേഷൻ 0,
ഞാൻ ആ ഗ്രാഫ് വരക്കാം, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് പരിശോധിക്കാം. ഇങ്ങനെ നോക്കാം. ഇതിൽ ഈ ഭാഗത്ത് ആക്സിലറേഷൻ 0, ആക്സിലറേഷൻ 0, ഇവിടെ ആക്സിലറേഷൻ 0. പിന്നെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, വെലോസിറ്റി കൂടുന്നതുകൊണ്ട് പോസിറ്റീവ് ആക്സിലറേഷൻ. പിന്നെ ഈ ഒരു റീജിയൻ പരിശോധിച്ചാൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്. അപ്പൊ വീണ്ടും ആക്സിലറേഷൻ 0. പിന്നെ അതിനുശേഷമുള്ള ഈ ഒരു റീജിയൻ നോക്കുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് റേറ്റിൽ ഡിക്രീസ് ചെയ്യാണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് റേറ്റിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കണം. വെലോസിറ്റി ഡിക്രീസ് ചെയ്യണമെങ്കിൽ അത് ഡീസിലറേഷൻ ആണ്, അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഗ്രാഫ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. റെഡി അല്ലേ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേ രൂപത്തിലുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നിട്ട് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്താണ്, അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നിട്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്താണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിഗർ given below shows the displacement and time graph of a particle moving along a straight line. ഒരു സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. The correct statement about the motion of the particle is, നോക്കുക, ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് പോകുന്നതിന്റെ മുന്നേ എന്താണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മോഷനെ കുറിച്ച് മനസ്സിലാകുന്നത് നോക്കാം. T0 എന്ന ടൈം വരെ ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ കോൺസ്റ്റന്റ് റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. അതെങ്ങനെ മനസ്സിലായത്? സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. XT ഗ്രാഫിന്റെ സ്ലോപ്പ് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ T0 എന്ന ടൈം വരെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിനുശേഷം പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. അപ്പൊ ആദ്യം ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി, പിന്നെ റെസ്റ്റ്. പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി അപ് ടു ടൈം T0 ആൻഡ് ദെൻ സ്റ്റോപ്സ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ്സെൽഫ് ഈസ് ദ റൈറ്റ് ആൻസർ. അത് നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ പോസിറ്റീവ് ആക്സിലറേഷൻ ഈസ്. പോസിറ്റീവ് ആക്സിലറേഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫാ. ആലോചിക്ക്, പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസിങ് എന്നാണ് അർത്ഥം. വെലോസിറ്റി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ് ഈസ് ടു ബി ഇൻക്രീസിങ്. സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ് ഇൻക്രീസിങ് ആയിരിക്കണം. അപ്പൊ ഇതിൽ എവിടെയാണ് ഇൻക്രീസിങ് സ്ലോപ്പ് ഉള്ള പൊസിഷൻ ടൈം ഗ്രാഫ്? ഇൻക്രീസിങ് സ്ലോപ്പ് ഉള്ള പൊസിഷൻ ടൈം ഗ്രാഫ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാ ഈ ഓപ്ഷനിൽ, ഇതാ ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ്സെൽഫ്, ഇതിൽ തന്നെയാണ് സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളോട് നേരത്തെ ഗ്രാഫ് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു എന്താണ് ഇൻക്രീസിങ് സ്ലോപ്പ്, ഡിക്രീസിങ് സ്ലോപ്പ്, കോൺസ്റ്റന്റ് സ്ലോപ്പ്, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്, സീറോ സ്ലോപ്പ്, ഇൻഫിനിറ്റി സ്ലോപ്പ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം, എന്നാലേ നമുക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഇൻക്രീസിങ് സ്ലോപ്പ്. ഡൗട്ടില്ലല്ലോ? ഇവിടെ സ്ലോപ്പ് ഇതാക്കോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ലോപ്പ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ലോപ്പ് എന്താ? പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ഇവിടെ സ്ലോപ്പ് എന്താ? നെഗറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ്. ഓക്കെ, കർവ് വരുമ്പോഴാണ് സ്ലോപ്പിൽ ചേഞ്ചുകൾ ഉണ്ടാവുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following curve does not represent motion in one dimension? ഒരു വൺ ഡയമെൻഷണൽ മോഷൻ റെപ്രസെന്റ് ചെയ്യാത്ത, ഡസ് നോട്ട് റെപ്രസെന്റ്. നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ഡസ് നോട്ട്, കനോട്ട് ബി, ഇൻകറക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നതിൽ നമ്മൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് വെക്കുക, എന്നാലേ നമുക്ക് ആൻസർ കൃത്യമായി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡസ് നോട്ട് റെപ്രസെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ചോദിക്കുമ്പോഴും അത് കൺഫ്യൂസ്ഡ് ആയത്. അപ്പൊ ഡസ് നോട്ട്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, റോങ് സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഫസ്റ്റ് ഗ്രാഫ് നോക്ക്. ഫസ്റ്റ് ഗ്രാഫിൽ ഇതാ ടൈമിനനുസരിച്ച് വെലോസിറ്റി വേരിയേഷൻ നോക്കുമ്പോൾ ഇതാ ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു, പിന്നെ വെലോസിറ്റി കുറയുന്നു. സോ അത് പോസിബിൾ ആണ്, ഒരു ഒബ്ജക്റ്റിന്റെ മോഷനിൽ അത് പോസിബിൾ ആണ്. അപ്പൊ ഈ ഗ്രാഫ് ശരിയാണ്. ഈ ഗ്രാഫ് ശരിയാണ്. നമ്മളോട് ഏതാ ശരി എന്നല്ല ചോദിച്ചത്, ഏതാണ് ഇമ്പോസിബിൾ എന്നാ ചോദിച്ചിട്ടുള്ളത്. റെഡി? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറയുന്നു, ദിസ് ഗ്രാഫ് ഈസ് ഇമ്പോസിബിൾ ഫോർ ആൻ ഒബ്ജക്റ്റ് ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ.
ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ചാൽ ആൻ ഒബ്ജക്റ്റ് cannot have two velocities at a given time. ഈ ഒരു സമയം എടുക്കുക നിങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈ ഒരു സമയം നിങ്ങൾ എടുത്താൽ ആ സമയത്ത് ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്ര ചോദിച്ചാൽ ദാ ഇതും ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ്, അതേപോലെ ഇതും ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ്. ഒരു ഒബ്ജക്റ്റിന്, ഒരു കാറിന് ഒരേ സമയം രണ്ട് വെലോസിറ്റി പോകാൻ പറ്റുമോ? നമുക്ക് ഒരേ സമയത്ത് രണ്ട് വെലോസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു മോഷൻ പോസിബിൾ അല്ല. സോ ഇതാണ് റൈറ്റ് ആൻസർ, ബിക്കോസ് ദിസ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ആൻ ഒബ്ജക്റ്റ് in one dimensional motion. So option B is the right answer because it is the wrong graph. അതാണ് തെറ്റായിട്ടുള്ള ഗ്രാഫ്. ഇത് ശരിയാണ്, ടൈമിനനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ കേസിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ വെലോസിറ്റി കൂടുന്നുണ്ട്, വെലോസിറ്റി കൂടുന്ന റേറ്റും കൂടുന്നുണ്ട്. ഇതിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇൻക്രീസിങ് ആക്സിലറേഷൻ ഉണ്ട്, ഇൻക്രീസിങ് ആക്സിലറേഷൻ ആണ്. അതേപോലെ ഈ ഗ്രാഫും ശരിയാണ്, ഈ ഗ്രാഫ് ഫോർത്ത് ഓപ്ഷനും ശരിയാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ടിക്കറ്റ് തെറ്റാട്ടോ, ഇങ്ങനെ ടിക്കറ്റ് ഇടുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫും ശരിയാണ്, ഈ ഗ്രാഫും ശരിയാണ്. കാരണം ഒരു ഒബ്ജക്റ്റിന്റെ മോഷനിൽ ടൈമിനനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ കൂടാം, വെലോസിറ്റി കുറയാം, വെലോസിറ്റി നെഗറ്റീവ് ആകാം, വീണ്ടും ഇങ്ങനെ വേരി ചെയ്യാം. അത് പോസിബിൾ ആണ്. ഓസിലേറ്ററി മോഷൻ ആണത്. ഓസിലേഷനിൽ ഇങ്ങനത്തെ ഗ്രാഫുകളെ കാണാൻ സാധിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇതേ സമയം സ്പീഡ് ടൈം ഗ്രാഫ് ആണെന്ന് വിചാരിച്ചോ, ഈ വെലോസിറ്റി ഈ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ടോ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി, അതിൽ സംശയമില്ല. ഇനി ഇത് സ്പീഡ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോ, ഇവിടെ സ്പീഡാണെന്ന് വിചാരിച്ചോ, ഇത് കഴിഞ്ഞു. ഇനി ഞാൻ ഞാൻ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് പറയാണ്, ഇവിടെ ഒക്കെ സ്പീഡാണല്ലോ എന്ന് വിചാരിക്ക്. ഇതൊക്കെ സ്പീഡാണ്, ഇതൊക്കെ സ്പീഡാണെങ്കിൽ ഇതൊക്കെ സ്പീഡാണ് വൈ ആക്സിസ് ഉള്ളതെന്ന് വിചാരിച്ചോ. എങ്കിൽ ഇവിടെ ഞാൻ പറയുന്നു ഇവിടെ രണ്ട് ഓപ്ഷൻസ് ശരിയാണ്. ഐ മീൻ രണ്ട് ഗ്രാഫുകൾ ഇമ്പോസിബിൾ ഫോർ ആൻ ഒബ്ജക്റ്റ് ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഏതൊക്കെയാണ് രണ്ട് ഗ്രാഫുകൾ? ഒന്ന് ആസ് യൂഷ്വൽ ഇതേപോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ an object cannot have two speeds at a given time. ഒരു ഒബ്ജക്റ്റിന് ഒരേ സമയം രണ്ട് സ്പീഡുകൾ ഉണ്ടാവുക എന്നത് പോസിബിൾ അല്ല. ഇവിടെ നമുക്ക് ഓക്കെയാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റിന്റെ ടൈമിനനുസരിച്ച് സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറയുന്നു, അത് പറ്റും. ഈ ഗ്രാഫിൽ സ്പീഡ് കൂടുന്ന റേറ്റ് കൂടുന്നു, ഇൻക്രീസിങ് ആക്സിലറേഷൻ, അതും പറ്റും. ഇത് പറ്റൂല, ഈ ഗ്രാഫും പറ്റൂല. എന്താ കാരണം എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഗ്രാഫ് ഞാൻ പറയുന്നു ദിസ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ, ദിസ് സ്പീഡ് ടൈം ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ആൻ ഒബ്ജക്റ്റ് ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ. എന്തുകൊണ്ട്? ബിക്കോസ് സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സ്പീഡ് എപ്പോഴും പോസിറ്റീവാ. ഇതുവരെ പോസിബിളാ, പക്ഷേ ഈ റീജിയൻ ഉണ്ടല്ലോ അത് പോസിബിൾ അല്ല. For an object in one dimensional motion, it cannot have a negative speed. ആ ഒബ്ജക്റ്റിന് നെഗറ്റീവ് സ്പീഡ് എന്നത് പോസിബിൾ അല്ല. അപ്പൊ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. സ്പീഡ് ടൈം ഗ്രാഫ് ആണ് ചോദിച്ചതെങ്കിൽ ഓപ്ഷൻ ബിയും ഡിയും തെറ്റാണ്. മീൻസ് ഗ്രാഫ് തെറ്റാണ്, അത് ആൻസർ ആയിട്ട് വരും. പക്ഷെ നീറ്റിന് എന്തായാലും ഒരു ഓപ്ഷൻ അതിൽ ശരിയാവുള്ളൂ. നിങ്ങൾ ആ പോയിന്റ് ഇതിനെ കൂടെ മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഇവിടെ ടൈം, ഇവിടെ ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരച്ചു. ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുകയാണ്, ഇങ്ങനെ വരച്ചു. ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാ. ഞാൻ പറയുന്നു ദിസ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ. This graph is not possible. എന്തുകൊണ്ട്? Because since distance cannot be decreasing. Distance എന്ത് ചെയ്യാൻ പറ്റൂല? Distance cannot be decreasing. ഒരു ഒബ്ജക്റ്റ് മോഷനിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഒരിക്കലും കുറയൂല. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റ് പോയി, അത് 5 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. പിന്നെ അത് ബിയിൽ നിന്ന് തിരിച്ച് എയിലോട്ട് വന്നു, അപ്പോൾ വീണ്ടും 5 മീറ്റർ. ഇവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ടോട്ടൽ 10 മീറ്റർ, അല്ലാതെ ഇങ്ങോട്ട് പോകുമ്പോൾ 5 മീറ്റർ, ഇനി തിരിച്ചു വരുമ്പോൾ 4 മീറ്റർ, 3 മീറ്റർ, 2 മീറ്റർ, 1 മീറ്റർ, 0 അങ്ങനെ പറയോ? ഇല്ല, അത് ഡിസ്പ്ലേസ്മെന്റാ പറയാ. ഇതേ ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണെന്നുണ്ടെങ്കിലോ അത് പോസിബിൾ ആണ്. ഇതേ ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നാലും പോസിബിൾ ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ തന്നു എന്ന് വിചാരിച്ചോ, ഇങ്ങനെ ടൈം, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു എന്ന് വിചാരിച്ചോ. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇതാ ഇങ്ങനെ തന്നു. ഇത് പോസിബിൾ ആണോ?
അല്ല. എന്തുകൊണ്ടല്ല? നോട്ട് പോസിബിൾ. എന്തുകൊണ്ട് ഇത് പോസിബിൾ അല്ല? സിൻസ് നിങ്ങൾക്കറിയാം ഒരു ഒബ്ജക്റ്റിന് ഒരു സമയത്ത് ഒരു സ്ഥലത്തേ നിൽക്കാൻ പറ്റുള്ളൂ. ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് ഒരു സമയത്ത് ഒരു സ്ഥലത്തേ നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ഗ്രാഫ് അനുസരിച്ച് ഈ ഒബ്ജക്റ്റ് ഇതാ ഈ പൊസിഷനിലാണോ ഈ പൊസിഷനിലാണോ ചോദിച്ചാൽ പറയാൻ സാധിക്കൂല. അപ്പൊ ഇത് പോസിബിൾ അല്ല. an object cannot be at two positions at a time. ഒരു സമയം ഒരു ഒബ്ജക്റ്റിന് രണ്ട് പൊസിഷനിൽ നിൽക്കാൻ സാധിക്കില്ല. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനിയും ഈ ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേപോലത്തെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുറേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഗ്രാഫ് നമ്മൾ ചെയ്തത്. എനിവേ നമ്മൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ക്ലോസ് ചെയ്ത് പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇതിൽ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടാകും. ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഏത് ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലും, ഏത് കോൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് നമ്മൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ എന്തായാലും എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തൊക്കെ പഠിക്കാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നതാണ് അതിലൂടെ. സോ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. Thank you for watching. Bye.